ജിബൂട്ടിയിലെ ലേക്ക് അബ്ബെ സന്ദർശിച്ച ശേഷം ലേക്ക് അസലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. വാഹനം ഗ്രാൻഡ് ബറ എന്ന പ്രദേശത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. വഴിയിലൊരിടത്തു നിന്നും ഉച്ചഭക്ഷണം കഴിച്ചിരുന്നു. അതിന്റെ ആലസ്യത്തിലാണ് കാറിലുള്ള എല്ലാവരും. കൂടെയുള്ള ഇദ്രീസിനും മമാക്കിക്കും ഭക്ഷണം കഴിച്ചാൽ ഉടനെ ഖാട്ട് എന്ന ലഹരിയില ചവയ്ക്കണം. അത് വാങ്ങാനാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇവിടെ നല്ലൊരു കടയുണ്ടത്രേ. ഒരു ലോറി താവളമാണിത്. ധാരാളം ടാങ്കറുകളും കണ്ടെയ്നർ ലോറികളും പാർക്ക് ചെയ്യുകയും അതിലെ ഡ്രൈവർമാർ വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും ഇറങ്ങുകയും ചെയ്യുന്ന സ്ഥലം. ഹൈവേയിൽ നിന്നും അലിസാബയിലേക്ക് തിരിയുന്ന ഒരു ജംഗ്ഷൻ കൂടിയാണിത്. ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ചു മൺകെട്ടിടങ്ങളുണ്ട്. അതിലൊന്നിന്റെ മുന്നിലെത്തിയപ്പോൾ വണ്ടി നിർത്താൻ പറഞ്ഞു ഇദ്രീസ്. ഖാട്ട് വിൽക്കുന്ന ഒരു കടയാണിത്. ഇദ്രീസും മമാക്കിയും അവിടേക്ക് കയറി ചെന്നു. ബാർ ബിസിനസ് പോലെയാണ് ഇവിടെ ഇത്. ഇദ്രീസും മമാക്കിയും ഖാട്ടിന്റെ കെട്ടുകൾ കയ്യിലെടുത്ത് പരിശോധിക്കുകയാണ്. ജിബൂട്ടിയിൽ ഖാട്ടിന്റെ കച്ചവടം നിയമാനുസൃതമാണ്. എത്യോപ്യയിൽ നിന്നും യമനിൽ നിന്നുമാണ് ഈ ലഹരിയില ഇവിടെ എത്തുന്നത്. ക്വാളിറ്റി അനുസരിച്ചാണ് വില നിലവാരം. ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയുള്ളതിന് 1 കിലോയ്ക്ക് 2000 ജിബൂഷ്യൻ ഫ്രാങ്ക് ആണ് വില. ഇടത്തരം ഖാട്ടിന് 4500 ഫ്രാങ്കും ഏറ്റവും മുന്തിയ ഇനത്തിന് കിലോഗ്രാമിന് 10000 ഫ്രാങ്കും വിലയുണ്ട്. ജിബൂട്ടിക്കാരിൽ നല്ലൊരു ശതമാനവും എന്നും ഖാട്ടിന്റെ ലഹരിയിലാണ്. ഈ കൊച്ചു രാജ്യത്തുള്ളവർ ഓരോ ദിവസവും 11 ടൺ ഖാട്ട് ചവച്ചു തള്ളുന്നുണ്ടെന്നാണ് യുണൈറ്റഡ് നേഷൻസിന്റെ കണക്ക്. ഖാട്ടുശാലയുടെ പിന്നിൽ റെസ്റ്റോറന്റാണ്. അവിടെ നിന്നും ഭക്ഷണം കഴിച്ച് ഇറങ്ങി വരുന്ന ആളുകൾ ട്രക്ക് ഡ്രൈവർമാരാകാം. വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. മെയിൻ ഹൈവേയിലേക്കു കയറി. ജിബൂട്ടി എത്യോപ്യ ഹൈവേ. ഇതുവഴി കുറച്ചു ദൂരം കൂടി മുന്നോട്ടു പോയ ശേഷം ഇടത്തേക്ക് തിരിയണം. ലോറിക്കാരുടെ ഇടത്താവളമെന്നോണം രൂപപ്പെട്ട ഗ്രാമങ്ങൾ. ഗ്രാൻഡ് ബറ പ്രദേശമാണ് ഇവിടമെല്ലാം. വലിയൊരു മരുഭൂപ്രദേശമാണ് ഗ്രാൻഡ് ബറ. മാരത്തണുകൾക്കും കാറോട്ട മത്സരങ്ങൾക്കും വേദിയാകാറുള്ള മരുഭൂമി. ഈ ഹൈവേ 40 കിലോമീറ്ററോളം ഗ്രാൻഡ് ബറയിലൂടെയാണ് കടന്നുപോകുന്നത്. നേർരേഖ പോലെ കിടക്കുന്ന പാത. അതിലൂടെ ചരക്കു വാഹനങ്ങൾ നീങ്ങുന്നു. മോഡേൺ ട്രക്കുകളാണ് എല്ലാം. നേരെ മുന്നിൽ പോകുന്ന തരം വാഹനങ്ങളാണ് ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഗതാഗത ഉപാധി. ലൈൻ ബസ് തന്നെ. ഗ്രാമത്തിലേക്ക് വേണ്ട ചരക്കുകൾ മുഴുവൻ ബസിന്റെ മുകളിൽ ഉണ്ടെന്ന് തോന്നും. വല്ലപ്പോഴുമേ ഇത്തരമൊരു ബസ് കടന്നു പോകുന്നത് കാണുകയുള്ളൂ. ഗ്രാൻഡ് ബറയിലൂടെ ഞങ്ങൾ PK51 എന്ന സ്ഥലം പിന്നിട്ടു. ഇപ്പോൾ മുന്നിൽ ഒരു മോസ്ക് കാണാം. പുതിയൊരു മോസ്ക്. ചെറിയൊരു ടൗൺഷിപ്പിന്റെ കവാടത്തിലാണത്. സിറ്റി മൂമിന 2 എന്നാണ് ഈ ടൗൺഷിപ്പിന് പേര്. ഖത്തർ ചാരിറ്റി എന്ന മിഡിൽ ഈസ്റ്റിലെ പ്രശസ്തമായ ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ചു നൽകിയ ടൗൺഷിപ്പാണിത്. മരുഭൂമിയിൽ ചിതറി ജീവിച്ചിരുന്നവർക്ക് മോഡേൺ ഫെസിലിറ്റിയിൽ വസിക്കാവുന്ന ഒരു ടൗൺഷിപ്പ് പണിതു നൽകിയിരിക്കുന്നു. സ്കൂളും ആശുപത്രിയുമൊക്കെയുണ്ട് ടൗൺഷിപ്പിൽ. അത്തരത്തിലുള്ള പല ടൗൺഷിപ്പുകൾ ഖത്തർ ചാരിറ്റി ജിബൂട്ടിയിൽ പണിതു നൽകിയിട്ടുണ്ട്. സൊമാലി വിഭാഗത്തിൽപ്പെട്ട ഇസ ഗോത്രക്കാരാണ് ഈ പ്രദേശങ്ങളിൽ വസിക്കുന്നത്. മരുഭൂമിയിൽ അങ്ങിങ്ങായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന കെട്ടിടങ്ങൾ കാണാം. വീടുകളും കടകളുമുണ്ടതിൽ. കർത്ത എന്ന ഗ്രാമമാണിത്. ഇവിടെയുമുണ്ട് പുതിയൊരു മോസ്ക്. ചൈന പണിതു നൽകിയ ഹൈവേ ആണിത്. നല്ല മനോഹരമായ ഹൈവേ. ലാവയുറഞ്ഞ് രൂപപ്പെട്ട പാറകൾ. ഇവിടെ റോഡിനോട് ചേർന്നുള്ള ഒരു ഭാഗം പാർക്കിംഗ് ഏരിയ പോലെ ഒരുക്കിയിട്ടിരിക്കുന്നു. അവിടെ ഒരു കാഴ്ചയുണ്ടെന്ന് പറഞ്ഞ്
സുരേഷ് ആ സ്ഥലത്തേക്ക് വണ്ടി വിട്ടു. അതിന്റെ ഓരത്തു കൊണ്ടുചെന്ന് വണ്ടി നിർത്തി. ഒരു വ്യൂ പോയിന്റാണിത്. ഇതാണ് കാഴ്ച. കുന്നുകളും താഴ്വരകളും. സൂക്ഷിച്ചു നോക്കുമ്പോൾ കടൽ കയറി കിടക്കുന്ന ഇടമാണെന്ന് മനസ്സിലാവും. ജിബൂട്ടിയുടെ മാപ്പ് നോക്കിയാൽ കരയുടെ ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഒരു കടൽ ഭാഗം കാണാം. ഗൾഫ് ഓഫ് തഡ്ജൂറ എന്ന് അതറിയപ്പെടുന്നു. ലേക്ക് ഖൗബറ്റ് എന്നും അതിനൊരു പേരുണ്ട്. എങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന നാമം ഗൾഫ് ഓഫ് തഡ്ജൂറ എന്നു തന്നെ. ചെങ്കടലിന്റെ ഒരു ഭാഗമാണിത്. അതിമനോഹരമായ ഒരു പ്രദേശം. നല്ല കാറ്റ്, ഗംഭീരമായ കാഴ്ച. ഇതൊക്കെയാണെങ്കിലും ഇവിടെയൊന്നും ടൂറിസത്തിന്റെ ഒരു സാധ്യതയും ഉപയോഗപ്പെടുത്തുന്നത് കാണുന്നില്ല. മണലാരണ്യമല്ല, മലയോരങ്ങളിൽ കറുത്ത ലാവക്കല്ലിന്റെ കാഴ്ചയാണ്. ഇവിടെ കുറച്ച് കരകൗശല വസ്തുക്കൾ വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിന് കാവലെന്നോണം ഒരു ഗ്രാമീണൻ ഇരിക്കുന്നു. വല്ലപ്പോഴും എത്തുന്ന ടൂറിസ്റ്റുകളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പാവം. ഒരു തരം കല്ലുമുണ്ട് വിൽപ്പനയ്ക്ക്. അതെങ്ങനെയുള്ളതാണെന്ന് മമാക്കി കാണിച്ചു തരുന്നു. ഓരോ കല്ലിനുമുള്ളിൽ ഓരോ നിറമാണ്. പ്രഷ്യസ് സ്റ്റോൺ പോലെയുണ്ട്. വ്യൂ പോയിന്റിൽ കുറച്ചുനേരം ചെലവഴിച്ചു. ഇരുട്ടുന്നതിന് മുൻപ് ലേക്ക് അസൽ കാണണം. സുരേഷ് വീണ്ടും സാരഥിയുടെ റോളിലായി. വേറെ ചില ടൂറിസ്റ്റുകൾ വ്യൂ പോയിന്റിൽ വന്നെത്തിയിട്ടുണ്ട്. ഉൾക്കടലിൽ വലിയ പാറകൾ ഉയർന്നു നിൽക്കുന്നു. ലാവപ്പാറയുടെ മലകൾ വെട്ടിമുറിച്ചുണ്ടാക്കിയ പാത. മീറ്ററുകളോളം കനത്തിൽ ഈ വിധം ലാവ അടിഞ്ഞുകൂടണമെങ്കിൽ എത്ര ഭീകരമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാവും ഇവിടെ ഉണ്ടായതെന്ന് ചിന്തിക്കുക. നേരത്തെ കണ്ടതുപോലുള്ള ഒരു മോസ്ക് ഇവിടെയുമുണ്ട്. ഒരു ടൗൺഷിപ്പും. അതാണ് സിറ്റി മൂമിന 1. ഖത്തർ ചാരിറ്റി പണിത് നൽകിയതാണ് ഇതും. 2017 ഇതിന്റെ പണി പൂർത്തിയായത്. ജിബൂട്ടിയിൽ വൃത്തിയുള്ള കെട്ടിടങ്ങളും പട്ടണഭാഗവും കാണുന്നത് ഇവിടെയാണ്. ഒരു മെഡിക്കൽ സെന്റർ, സ്കൂൾ, സ്ത്രീകൾക്കായുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം എന്നിവയുമുണ്ട് ടൗൺഷിപ്പിൽ. ലയങ്ങൾ പോലെ നീളത്തിൽ പണിതിരിക്കുന്ന കെട്ടിടങ്ങൾ. 100 കുടുംബങ്ങളാണ് ഇവിടെ വസിക്കുന്നത്. ഇത്തരം വീടുകളിൽ ദരിദ്രാവസ്ഥയിൽ ജീവിച്ചിരുന്നവരെയാണ് പുതിയ വീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അവരുടെയൊന്നും ദരിദ്രാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായിട്ടില്ല. ഇനിയൊരു 17 കിലോമീറ്റർ കൂടി യാത്ര ചെയ്താൽ ഞങ്ങൾക്ക് ലേക്ക് അസലിലേക്കെത്താം. ഇരുവശത്തും ലാവപ്പാറയുടെ അടുക്കുകൾ. ഒറ്റപ്പാറയല്ല. തണുത്തുറഞ്ഞ ലാവ ഏതോ ഭൗമ പ്രതിഭാസത്തിന്റെ ഫലമായി പൊട്ടിത്തകർന്ന് നിലകൊള്ളുകയാണ്. മനോഹരമായ ഒരു ഭൂപ്രദേശവും നല്ലൊരു പാതയുമാണ്. ചൈന മുൻകൈയെടുത്ത് അവരുടെ സാങ്കേതിക വിദ്യയിൽ അടുത്ത കാലത്ത് പണി പൂർത്തിയായ പാത. ഇവിടെ നിന്നും നേരെ പോയാൽ തഡ്ജൂറ പട്ടണത്തിലും ഇടത്തേക്ക് പോയാൽ ലേക്ക് അസലിലുമെത്തും. ഞങ്ങൾ ലേക്ക് അസലിലേക്ക് പോകാനായി ഇടത്തേക്ക് തിരിഞ്ഞു. തഡ്ജൂറയിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഇന്നിനി അതിന് നേരം കിട്ടുമോ എന്നറിയില്ല. വരണ്ട ഭൂമിയിലൂടെ, കുന്നുകളിലൂടെ മനോഹരമായി റോഡ് പണിതിട്ടിരിക്കുന്നു. നേരെ മുന്നിൽ കാണുന്ന ആ ജലാശയമാണ് ലേക്ക് അസൽ. നേരത്തെ കണ്ട ഗൾഫ് ഓഫ് തഡ്ജൂറയുടെ ഭാഗമാണ് അതെന്ന് തോന്നും. അങ്ങനെയല്ല. ഉൾക്കടലും തടാകവും വെവ്വേറെയാണ്. തഡ്ജൂറ ഉൾക്കടൽ കുറച്ചു മുൻപേ അവസാനിച്ചു. അത് കഴിഞ്ഞ് ഒരു കരപ്രദേശത്തിനപ്പുറമാണ് ലേക്ക് അസൽ. ഒരു ഭൗമ അത്ഭുതമാണത്. അതിന്റെ തീരത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഭൂമിയിലെ തന്നെ ഏറ്റവും ആഴമുള്ള ഒരു ഭാഗത്തേക്കാണെത്തുന്നത്. സമുദ്രനിരപ്പിനേക്കാൾ 150 മീറ്റർ താഴ്ചയിലേക്ക്. തടാകത്തിന്റെ വിദൂര കാഴ്ച ലഭിക്കുന്ന ഒരിടത്ത് വാഹനത്തിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും ടൂറിസ്റ്റുകളുമായി മറ്റൊരു വാഹനവുമെത്തി. 2 വിദേശികളും ഒരു ഗൈഡും ഒരു ഡ്രൈവറും. മനോഹരമായ ഒരു ഭൂഭാഗമാണ് ലേക്ക് അസലും പരിസരവും. ലോകത്തെ ഏറ്റവും വലിയ സാൾട്ട് റിസർവാണ് മുന്നിൽ കാണുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു ഭൂപ്രദേശം.
ലേക്ക് അസൽ സാൾട്ട് വർക്ക്സ് എന്നറിയപ്പെടുന്ന ഉപ്പ് സംസ്കരണശാലയാണത്. ശുദ്ധീകരിച്ച ഉപ്പ് അവിടെ നിന്നും പൈപ്പ് ലൈനിലൂടെയാണ് തഡ്ജൂറ ഉൾക്കടലിൽ നങ്കൂരമിടുന്ന കപ്പലുകളിലേക്ക് എത്തിക്കുന്നത്. കാറുമായി സുരേഷ് വന്നു. വേറാരും അതിൽ നിന്നിറങ്ങിയിട്ടില്ല. മറ്റേതെങ്കിലും നാടായിരുന്നെങ്കിൽ ഈ പ്രദേശത്തെയൊക്കെ ടൂറിസത്തിലൂടെ എത്രമാത്രം വളർത്തിയേനെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി ഉപ്പ് മാത്രമുള്ളൊരു പ്രദേശത്തേക്കാണ് ചെല്ലുന്നത്. ഞങ്ങൾ വീണ്ടും താഴേക്കിറങ്ങുകയാണ്. ആഫ്രിക്കയിലെ ഏറ്റവും താഴ്ന്ന ഭൂഭാഗം ഇതാണ്. മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒടുവിൽ ലേക്ക് അസലിന്റെ തീരത്തേക്ക് എത്തി. ഈ തടാകത്തിന്റെ രൂപപ്പെടലിനെപ്പറ്റി ഗവേഷകർ വിവിധങ്ങളായ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെയും ഭൗമപ്രതിഭാസങ്ങളുടെയും ഭാഗമായി ലേക്ക് അസൽ ഉൾപ്പെടുന്ന ഭൂഭാഗം താഴ്ന്നു പോവുകയായിരുന്നു എന്നാണ്. ഗൾഫ് ഓഫ് തഡ്ജൂറയുടെ ഭാഗം തന്നെയായിരുന്നത്രേ പണ്ട് ഇവിടം. ഭൗമപ്രതിഭാസങ്ങളുടെ ഭാഗമായി ലേക്ക് അസൽ വേർപെട്ടു പോവുകയായിരുന്നു. ലോകത്ത് ഇങ്ങനെയുള്ള അപൂർവം സ്ഥലങ്ങളേയുള്ളൂ. വെള്ളത്തിൽ പത പോലെയും പാട പോലെയും ചില ഭാഗങ്ങൾ കാണുന്നുണ്ട്. അത് പതയോ പാടയോ അല്ല, ഉപ്പിന്റെ പാളികളാണ്. തടാകജലത്തിൽ 35% ഉപ്പാണെന്നറിയുക. സാധാരണ കടൽ ജലത്തിൽ ഉള്ളതിനേക്കാൾ 10 ഇരട്ടി അധികമാണ് ലേക്ക് അസലിലെ ജലത്തിലുള്ള ഉപ്പിന്റെ അളവ്. ഞങ്ങൾ തടാകതീരത്തൊരിടത്ത് വണ്ടി നിർത്തി. അപ്പോഴാണറിയുന്നത് പതയുടെ രേഖ പോലെ കാണുന്നത് ഉപ്പിന്റെ കനത്ത വരമ്പാണെന്ന്. കട്ട പിടിച്ച ഉപ്പ്. ഓരോ ദിവസവും തടാകത്തിലെ ഉപ്പിന്റെ കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അക്കാണുന്ന വരമ്പിന് മുകളിലൂടെയൊക്കെ അനായാസം നടക്കാനാവും. പക്ഷേ നഗ്നപാതരായി നടക്കുക അത്ര എളുപ്പമാവില്ല. ഈ തവിട്ട് നിറത്തിൽ കാണുന്നതും ഉപ്പ് തന്നെയാണ്. തടാകത്തിൽ ഉയർന്നു നിൽക്കുന്നത് വലിയ ഉപ്പുപാറകളുമാണ്. ആകെ ഉപ്പുമയമാണിവിടം. തടാകം ഉൾപ്പെടുന്ന ലേക്ക് അസൽ സോണിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരിടത്തെത്തുമ്പോൾ വെള്ളത്തിനു മീതെ തെർമോക്കോൾ കഷ്ണങ്ങൾ ചിതറിക്കിടക്കുകയാണെന്ന് തോന്നും. ഉപ്പ് തന്നെയാണത്. വെള്ളത്തിൽ ഒഴുകി നീങ്ങുകയല്ല അത്. താഴേക്ക് വലിയ ഉപ്പുതൂണുകൾ തന്നെയുണ്ട്. അതിന്റെ മുകൾ ഭാഗം മാത്രമാണ് ഇങ്ങനെ കാണുന്നത്. വലിയ ആഴമില്ലാത്ത തടാകഭാഗമാണ്. സുന്ദരമായ കാഴ്ചകൾ. പക്ഷേ ഈ കാഴ്ചകൾ കാണാൻ അധികമാരും വരുന്നില്ലെന്ന് മാത്രം. മറ്റെവിടെയെങ്കിലുമായിരുന്നെങ്കിൽ ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ എത്തിയേനെ ഇതെല്ലാം കാണാൻ. അനന്തമായ ടൂറിസം സാധ്യതകളുള്ള പ്രദേശം. സഞ്ചാരികൾക്ക് ടെന്റുകളടിച്ചു താമസിക്കാനും മ്യൂസിക്കൽ പെർഫോമൻസുകൾ നടത്താനും ഫെസ്റ്റിവലുകൾക്ക് വേദിയാകാനുമൊക്കെ പറ്റിയ സ്ഥലമാണ്. ഉപ്പിന്റെ ഒരു മൈതാനത്തുകൂടി തടാകത്തിലേക്ക് ഇറങ്ങി നടക്കാമെന്നാണ് സുരേഷ് പറയുന്നത്. ചിലയിടത്ത് നിന്ന് കാണുമ്പോൾ തടാകത്തിന്റെ നിറം തന്നെ മാറുന്നു. മരതക പച്ചയാണ് ഇപ്പോൾ ഒരു ഭാഗത്തിന്. മണൽ പോലെ കിടക്കുന്നതും മഞ്ഞുപോലെ കാണുന്നതുമെല്ലാം ഉപ്പ് തന്നെയാണ്. അങ്ങകലെ ലേക്ക് അസൽ സാൾട്ട് വർക്ക്സ് എന്ന ഫാക്ടറി കാണാം. അതിനപ്പുറമുള്ള കുന്നിൻ മുകളിലൂടെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. പഴയ ഒരു അഗ്നിപർവ്വത മുഖമാണ് ഇത്തരമൊരു തടാകമായി രൂപപ്പെട്ടതെന്നാണ് ചില ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. തഡ്ജൂറ ഉൾക്കടലിൽ നിന്നുള്ള ജലം അഗ്നിപർവ്വത മുഖത്ത് നിറയുകയായിരുന്നത്രേ. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്നതിനാൽ ആ ജലത്തിന് പുറത്തേക്കൊഴുകാനായില്ല. കൊടും ചൂടിൽ ജലം ബാഷ്പീകരിക്കുന്നതിനനുസരിച്ച് ഇത് ഉപ്പിന്റെ വലിയൊരു നിക്ഷേപ കേന്ദ്രമായി മാറുകയായിരുന്നെന്നും ഗവേഷകർ വിവരിക്കുന്നു.
ഈ കിടക്കുന്നതെല്ലാം ഉപ്പിന്റെ പാളികളാണ്. പ്രകൃതിദത്തമായി രൂപപ്പെട്ടതാണ്. ചുറ്റും ഒരു കോട്ട കെട്ടിയതുപോലെ മലനിരകൾ. മറ്റ് ഉപ്പുതടാകങ്ങളിലെന്ന പോലെ ജലജീവി സാന്നിധ്യം ഒട്ടുമില്ലാത്ത ജലാശയമാണ് ലേക്ക് അസൽ. ഉയർന്ന ലവണാംശമുള്ള അതിൽ ജീവികൾക്കൊന്നും തന്നെ നിലനിൽപ്പ് സാധ്യമാവുകയുമില്ല. തടാകത്തിന്റെ ഉപരിതലത്തിൽ പലയിടത്തും 1/2 മീറ്ററോളം കനത്തിലാണ് ഉപ്പുപാളി രൂപപ്പെട്ടിരിക്കുന്നത്. ഇവിടെ വണ്ടി നിർത്തിയിറങ്ങാം. ഞങ്ങളെ കൂടാതെ 1-2 ടൂറിസ്റ്റുകളുണ്ട്. മാർഗമധ്യേ പലയിടത്ത് വെച്ചും ഞാൻ അവരെ കണ്ടിരുന്നു. ഗൈഡുമൊത്ത് ഉപ്പിന്റെ പരപ്പിലൂടെ നടക്കുകയാണവർ. അതിമനോഹരമായൊരു കാഴ്ചയാണ്. ഫോട്ടോഗ്രഫിക്ക് ഗംഭീരമായ സാധ്യതകളുള്ള ഒരു സ്ഥലം. ഉപ്പിന്റെ പരപ്പിലൂടെ ഞാൻ തടാക തീരത്തേക്ക് നടന്നു. ഒരൊറ്റ ഉപ്പുപാറ പോലെ കിടക്കുകയാണ് തീരം. ഇതിലൂടെ വാഹനങ്ങൾ നീങ്ങിയ പാടുകൾ കാണുന്നുമുണ്ട്. ഒരേ നിരപ്പിൽ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് തീരമെന്ന് തോന്നും. ഒരു അത്ഭുത കാഴ്ച തന്നെ. 1 മുതൽ 2.5 മീറ്റർ വരെ കനത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഉപ്പുപാളിയാണിത്. 54 ചതുരശ്ര കിലോമീറ്ററാണ് ലേക്ക് അസലിന്റെ വിസ്തൃതി. എന്നാൽ 900 ചതുരശ്ര കിലോമീറ്റർ വരുന്ന അതിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിലാകെ ഈ വിധം ഉപ്പ് നിക്ഷേപമുണ്ട്. ഞാൻ ഈ നടക്കുന്ന ഭാഗത്തു തന്നെ ഏതാണ്ട് 2 കിലോമീറ്റർ വീതിയിലും 10 കിലോമീറ്ററോളം നീളത്തിലും ഒരൊറ്റ ഉപ്പു മൈതാനമാണ്. കോൺക്രീറ്റ് പോലെ ഉറച്ച ഉപ്പുപാളി. ഗുജറാത്തിലെ റൺ ഓഫ് കച്ചിലെ കാഴ്ചയും ഏതാണ്ട് ഇതേ വിധമാണ്. പക്ഷേ ഇത്രയും കാഠിന്യമുള്ള ഉപ്പല്ല അവിടുത്തേത്. സമുദ്രനിരപ്പിൽ നിന്നും ഇത്രയും താഴ്ചയിൽ കിടക്കുന്ന പ്രദേശവുമല്ല റൺ ഓഫ് കച്ച്. മമാക്കി എന്നോടൊപ്പം ഓടിയെത്തി. കാട്ട് ചവച്ചതുകൊണ്ടാവാം അയാൾക്ക് ഒരു ഉത്സാഹമായിരിക്കുന്നു. വെയിലുണ്ടെങ്കിലും അതിന്റെ കാഠിന്യം അറിയുന്നില്ല. നല്ല തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഉപ്പ് നിക്ഷേപത്തിന് മുകളിലൂടെയാണ് ഞങ്ങളിങ്ങനെ നടക്കുന്നത്. വർഷം തോറും 50 ലക്ഷം ടൺ വരെ ഉപ്പ് ഈ തടാകത്തിൽ നിന്നും സംസ്കരിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട്. എനിക്ക് മുൻപേ വന്ന ടൂറിസ്റ്റുകൾ ഉപ്പുവെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെരുപ്പ് ഊരിയിട്ടും ചിലർ അത് കയ്യിലെടുത്തുമാണ് ഇറങ്ങുന്നത്. ഈ ഉപ്പുതടത്തിലൂടെ നഗ്നപാദങ്ങളിൽ നടക്കുക അത്ര എളുപ്പമല്ല. ഉപ്പിന്റെ കൂർത്ത മുനകൾ ഉയർന്നു നിൽക്കുകയാണെങ്ങും. എന്തോ യന്ത്രം കൊണ്ട് വടിച്ചെടുത്തതുപോലെയാണ് ഉപ്പുപാളി കാണപ്പെടുന്നത്. ജലം ബാഷ്പീകരിച്ചപ്പോൾ ഉപ്പുപാളി ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അതിശക്തമായ കാറ്റ്, തണുത്ത കാറ്റാണ്. അത് ഏറ്റുകൊണ്ട് ഈ തീരത്തിങ്ങനെ നിൽക്കുന്നത് പ്രത്യേകമായൊരു അനുഭവം തന്നെയാണ്. അതിമനോഹരമായൊരിടം. നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു സ്ഥലമുണ്ടായിരുന്നെങ്കിൽ സിനിമയിലെ പാട്ടുചിത്രീകരണത്തിന്റെ ഒരു സ്ഥിരം വേദിയായിരുന്നേനെ അവിടം. ധവളിമയാർന്ന ഒരു ബീച്ച്, അതിനപ്പുറം ഇളം നീല നിറമുള്ള തടാകം. വടിച്ചെടുത്തതുപോലെയാണ് തീരത്തെ ഉപ്പുപ്രതലം. സാവധാനം നടക്കുന്ന ബാഷ്പീകരണത്തിന്റെ ഫലമായാണ് അത് ഈ വിധം ഒരേ നിരപ്പിൽ കാണപ്പെടുന്നത്. ടൂറിസ്റ്റുകൾ നഗ്നപാതരായി തടാകത്തിനടുത്തേക്ക് നടക്കാൻ അല്പം പാടുപെടുന്നുണ്ട്. തടാകത്തിൽ ഉയർന്നു നിൽക്കുന്ന ഉപ്പിന്റെ ഒരു തിട്ടയിൽ മമാക്കി കയറിപ്പറ്റിയിരിക്കുന്നു. ജലത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഐസ് കട്ടയിലാണ് കയറി നിൽക്കുന്നതെന്ന് തോന്നും. അന്റാർട്ടിക്കൻ സഞ്ചാരത്തിൽ കണ്ട സമുദ്രത്തിലൂടെ ഒഴുകി നീങ്ങുന്ന ഐസുപാളികളാണ് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത്. ഒരു സിനിമയിൽ അന്റാർട്ടിക്കൻ സീനുകൾ സൃഷ്ടിക്കാൻ ഷൂട്ടിങ്ങിനായി ഇവിടെ വന്നാലും മതി. എന്റെ സുഹൃത്തുക്കളും തടാകത്തിനടുത്തേക്കെത്തി. സുരേഷും ബിനോയിയും ജോസിയും. മമാക്കിയുമുണ്ട് കൂടെ. ഉപ്പുപാറയിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നതിലും മറ്റുമാണ് ടൂറിസ്റ്റുകൾക്ക് കൗതുകം. വൻതോതിൽ ടൂറിസ്റ്റുകൾ എത്തുന്നൊന്നുമില്ല. പാറയിൽ നിന്നും വെള്ളത്തിലേക്കിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്
മമാക്കി ഇപ്പോൾ കാണിച്ചു തരും. ഇതാണ് കാര്യം. താഴെ ഉപ്പിന്റെ കൂർത്ത മുനകളാണ്. ചെരിപ്പിട്ടുകൊണ്ടേ ഇതിലേ നടക്കാനാവൂ. ലേക്ക് അസലിന്റെ ഉപ്പുവെള്ളത്തിലേക്ക് മെല്ലെ ഇറങ്ങി ഞാൻ നിന്നു. മനോഹരമായ ഒരു ഭൗമാത്ഭുതത്തിന്റെ തീരത്ത് അല്പനേരം.